നമസ്കാരം, എല്ലാവർക്കും ഐഷ മീഡിയാസിലേക്ക് സ്വാഗതം. 6 മാസം മുൻപ് ഞാൻ റേഷൻ കാർഡ് മസ്റ്ററിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് താഴെ ഇന്നും ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമുണ്ട്. മസ്റ്ററിങ് ചെയ്യാൻ വിട്ടുപോയവർ ഇനി എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് റേഷൻ കിട്ടുന്നത് നിന്നു പോകുമോ എന്ന്. പലർക്കും ഇത് വലിയൊരു ആശങ്കയാണ്. എന്നാൽ ഭയപ്പെടേണ്ട, സർക്കാർ ഇതിനൊരു പരിഹാരം നൽകുന്നുണ്ട്. നിങ്ങൾ മസ്റ്ററിങ് ചെയ്യാൻ വിട്ടുപോയ ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. മസ്റ്ററിങ് ചെയ്യാത്തവർ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത്? റേഷൻ കാർഡിലെ തിരുത്തലുകൾ എങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യാം? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് സർക്കാർ ഈ മസ്റ്ററിങ് പ്രക്രിയ കൊണ്ടുവന്നത് എന്നതാണ്. നമ്മുടെ നാട്ടിൽ ഒരേ ആളിന്റെ പേര് ഒന്നിലധികം റേഷൻ കാർഡുകളിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ മരിച്ചു പോയവരുടെ പേര് കാർഡിൽ നിന്ന് നീക്കം ചെയ്യാതിരിക്കുക തുടങ്ങിയ അനേകം പരാതികൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒഴിവാക്കി അർഹരായവർക്ക് മാത്രം റേഷൻ വിഹിതം കൃത്യമായി ലഭിക്കുന്നു എന്നുറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ടാണ് ബയോമെട്രിക് സംവിധാനം നിർബന്ധമാക്കിയത്. ഇനി നിങ്ങൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഈ പോസ് മെഷീൻ ഇത്ര നിർബന്ധമാക്കുന്നത് എന്ന്. നിങ്ങൾ റേഷൻ കടയിൽ പോകുമ്പോൾ വിരലടയാളം വെക്കുമ്പോൾ ആധാർ വിവരങ്ങളുമായി അത് തത്സമയം ഒത്തുനോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് പകരം വന്ന് റേഷൻ വാങ്ങാൻ ഇനി സാധിക്കില്ല. ഈ സുരക്ഷാ സംവിധാനം കൊണ്ടുവന്നതോടെ റേഷൻ വിതരണം കൂടുതൽ സുതാര്യമായി മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതുവരെ മസ്റ്ററിങ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പരിഭ്രമിക്കേണ്ടതില്ല, സർക്കാർ ഇതിന് ഇനിയും അവസരം നൽകുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള റേഷൻ കാർഡും ആധാർ കാർഡുമായി നേരിട്ട് റേഷൻ കടയിൽ പോകുക എന്നതാണ് ആദ്യത്തെ നടപടി. അവിടെയുള്ള പോസ് മെഷീനിൽ നിങ്ങളുടെ വിരലടയാളം വെച്ച് മസ്റ്ററിങ് പൂർത്തിയാക്കാം. ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മസ്റ്ററിങ്ങിനായി നേരിട്ട് ഹാജരാകേണ്ടത് അനിവാര്യമാണെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലർക്ക് വിരലടയാളം പതിയാതെ പ്രശ്നമുണ്ടാകാറുണ്ട്. അത് വാർദ്ധക്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആകാം. അങ്ങനെയാണെങ്കിൽ റേഷൻ കടയുടമയോട് അത് അറിയിക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് റേഷൻ കടയിൽ നിന്ന് തന്നെ അവർക്ക് നിർദ്ദേശം നൽകാൻ സാധിക്കും. മസ്റ്ററിങ് പൂർത്തിയാക്കിയോ എന്ന് നിങ്ങൾക്ക് തന്നെ വെബ്സൈറ്റ് വഴി പരിശോധിക്കാവുന്നതാണ്. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് കയറി നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ നൽകിയാൽ ആ വിവരങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മസ്റ്ററിങ് കഴിഞ്ഞവരാണെങ്കിൽ അവിടെ സക്സസ് എന്ന് കാണാൻ സാധിക്കും. ഇനി റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റുകളെ കുറിച്ച് പറയാം. പേര് ചേർക്കാനോ ഒഴിവാക്കാനോ അല്ലെങ്കിൽ മേൽവിലാസം മാറ്റാനോ ഇനി ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടതില്ല. നമ്മുടെ സർക്കാർ ഓൺലൈൻ സംവിധാനങ്ങൾ വളരെ കൂടുതൽ വിപുലമാക്കിയിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ വളരെ ലളിതമായി തന്നെ ഈ അപേക്ഷകൾ നൽകാം. ഇതിനായി റേഷൻ കാർഡിന്റെ കോപ്പിയും ആവശ്യമായ രേഖകളും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതിയാകും. റേഷൻ കാർഡ് സംബന്ധമായ ഏത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ്. എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ ഉദ്യോഗസ്ഥരെ അറിയിച്ചാൽ പരിഹാരം ലഭിക്കും. ഈ മസ്റ്ററിങ് പ്രക്രിയ എന്നത് വെറും ഒരു ഫോർമാലിറ്റി മാത്രമല്ല, നമ്മുടെ നാടിന്റെ പൊതുവിതരണ സമ്പ്രദായം സുഗമമായി നടക്കാനുള്ള ഒരു അത്യാവശ്യ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരും ഇത് വൈകിപ്പിക്കരുത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ മസ്റ്ററിങ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നാളെ തന്നെ റേഷൻ കടയുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വിവരം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങളുടെ അടുത്ത് വേഗം എത്തുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.